കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പുതിയ നിയമ പോരാട്ടം ആരംഭിച്ച സുജിത്ത്. 5 പോലീസുകാർ മർദ്ദിച്ചെങ്കിലും അഞ്ചാമനായ പോലീസ് ഡ്രൈവർ സുഹൈറിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുജിത്ത് കോടതിയെ സമീപിച്ചു. 2023 ഏപ്രിൽ 5 അർദ്ധരാത്രിയിലായിരുന്നു ചൊവ്വന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ അതിക്രൂര മർദ്ദനത്തിന് ഇരയായത്. SIയും ഡ്രൈവറും CPOമാരും അടങ്ങുന്ന 5-അംഗ സംഘമാണ് അതിക്രൂരമായി മർദ്ദിച്ചതെന്ന് സുജിത്ത് മൊഴി നൽകിയിരുന്നു. എങ്കിലും ഡ്രൈവർ സുഹൈറിനെ ഒഴിവാക്കിയാണ് കേസെടുത്തത്. സുജിത്തിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതോടെ ഇപ്പോൾ സർവീസിലുള്ള 4 പോലീസുകാർക്കെതിരെ വീണ്ടും വകുപ്പുതല നടപടി ആരംഭിച്ചു. എന്നാൽ പോലീസ് വകുപ്പിൽ നിന്നും മാറി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലി ചെയ്യുന്ന സുഹൈറിനെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതിനെതിരെയാണ് സുജിത്ത് വീണ്ടും കോടതിയെ സമീപിച്ചത്. ഡ്രൈവർ മുകളിലേക്ക് പോയത് തല്ലാനാണ്. 30 അടി കാലിൽ അടിച്ചത് ഈ ഡ്രൈവറാണ്. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മുൻപും പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ തെളിവുകൾ ഹാജരാക്കാൻ പോകുന്നു. ആ ഡ്രൈവർ എന്തിനവിടെ പോയി എന്നുള്ളത് അവർ പറയേണ്ടി വരും. CCTV ഇല്ലാത്ത ഭാഗത്ത് സുഹൈറും മർദ്ദിച്ചിട്ടുണ്ടെന്നും CCTV ദൃശ്യങ്ങളിൽ ചൂരലുമായി മുകളിലേക്ക് പോകുന്നത് വ്യക്തമാണെന്നും ജീപ്പിലേക്ക് കയറ്റുമ്പോൾ വസ്ത്രമൂരി മർദ്ദിച്ചത് സുഹൈർ കൂടി ചേർന്നാണെന്നും അതിനാൽ ഇയാളെ കൂടി പ്രതി ചേർക്കണമെന്നും കാണിച്ചാണ് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുഹൈർ പിന്നീട് പോലീസിൽ നിന്ന് രാജിവെച്ച് പഴയന്നൂരിൽ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലി ആരംഭിച്ചു. പോലീസ് അന്വേഷണത്തിൽ സ്ഥലം മാറ്റം മാത്രം നൽകിയതിനെ തുടർന്ന് കോടതിയെ സമീപിച്ച സുജിത്തിന്റെ നടപടിയിൽ SI അടക്കം 4 പോലീസുകാർക്കെതിരെ കഴിഞ്ഞ മാസം കോടതി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പുതിയ നിയമ പോരാട്ടത്തിലൂടെ തന്നെ മർദ്ദിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് സുജിത്തിന്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.